ഹലോ ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്ന എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണ്. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്ന രണ്ട് ടേംസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഒരു കമ്പനി അല്ലെങ്കിൽ കമ്പനിയുടെ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുമ്പോഴാണ്. നമ്മൾക്കറിയാം ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ഹാഫ് ഇയർലി ആണ്. അതിപ്പോൾ കലണ്ടർ ഇയർ ഫോളോ ചെയ്യാണ്. കലണ്ടർ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പീരീഡ് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറിൽ എൻഡ് ചെയ്യുന്ന ഒരു കലണ്ടർ ഇയർ ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 30th ജൂണിനും 31st ഡിസംബറിനും ആയിരിക്കും ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത്. ഇനിയിപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ആണ് ഫോളോ ചെയ്യുന്നത്, അതായത് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് 31st എൻഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 30th സെപ്റ്റംബറിനും 31st മാർച്ചിനും ആയിരിക്കും ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ ആ കമ്പനി തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു ഇൻവെസ്റ്റർ ഒരു ഡിബഞ്ചർ ഹോൾഡറിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യുകയോ ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഡേറ്റിന് മുന്നേ, അതായത് ഈ ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നതിന് മുന്നേ ഉള്ള ഒരു ഡേറ്റിലാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ വരാം. ഈ പർച്ചേസ് ചെയ്യുന്ന പ്രൈസിൽ ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പോർഷൻ ഇല്ലാതെയാണോ വരുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾക്കറിയാം ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഹാഫ് ഇയർലി തന്നെ ഇൻട്രസ്റ്റ് കിട്ടണമെന്നില്ല അല്ലേ. അയാൾ 3 മാസം ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3 മാസത്തിൻ്റെ ഇൻട്രസ്റ്റ് അയാൾക്ക് കിട്ടേണ്ടതാണ്. ആ ഒരു ഡിബഞ്ചർ ഹോൾഡർ എത്ര കാലം ആ ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്നോ അത്രയും കാലത്തെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അത്രയും ഡേയ്സിൻ്റെ ഇൻട്രസ്റ്റ് ആ ഡിബഞ്ചർ ഹോൾഡർക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ആ ഡിബഞ്ചർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ഹാഫ് ഇയർലി പീരീഡ്, അതായത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന പീരീഡിന് മുന്നേ ഒരു പർച്ചേസ് നടക്കുകയാണെങ്കിൽ ചോദ്യം വരുന്നത് ഇൻട്രസ്റ്റ് പേ ചെയ്യണോ ആ പ്രൈസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണോ ആ പ്രൈസ് കോട്ട് ചെയ്തേക്കുന്നതെന്നുള്ള. നമുക്ക് ഈ ഒരു കാര്യം നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 1 മുതൽ ഡിസംബർ 31 ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30th ജൂൺ പിന്നെ 31st ഡിസംബർ ഹാഫ് ഇയർലി. ഓക്കെ, അപ്പോൾ ജനുവരി ടു ഡിസംബർ എന്ന് പറയുന്ന കലണ്ടർ ഇയർ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയുടെ കേസിൽ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് ജൂൺ എൻഡിലും ഡിസംബർ എൻഡിലും ആണ്. സപ്പോസ് ആ കമ്പനിയുടെ തന്നെ ഓൺ ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. 1st മെയിലാണ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ച ആ കമ്പനി, 1st മെയിൽ. പക്ഷേ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ജൂണിലും ഡിസംബറിലുമാണ്. അപ്പോൾ മെയ് കഴിഞ്ഞ് ജൂൺ അടുത്ത മാസം എൻഡിലാണ് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. പക്ഷേ മെയ് 1 വരെ ഈ ഡിബഞ്ചർ ഹോൾഡറുടെ കയ്യിൽ ഡിബഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടേണ്ട ആർക്കാ? ആ ഹോൾഡർക്കാണ്. അപ്പോൾ കമ്പനി ഈ ഡിബഞ്ചർ ഹോൾഡറിൻ്റെ നിന്ന് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ചോദ്യം, ആ പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് അല്ലെങ്കിൽ കമ്പനി ഇത്ര രൂപ തരാം ഒരു ഡിബഞ്ചറിന് പറയുന്ന ആ കോട്ട് ചെയ്യുന്ന പ്രൈസിൽ ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡർ ആണോ എക്സ്ക്ലൂഡർ ആണോ എന്നുള്ള ചോദ്യം വരും. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പർച്ചേസ് പ്രൈസ് കോട്ട് ചെയ്യുമ്പോൾ പർച്ചേസ് പ്രൈസ് എക്സ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് എക്സ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് കം ഇൻട്രസ്റ്റ് എന്ന് പറയും. ഇവിടുത്തെ എക്സാമ്പിളിൽ 10,000 രൂപയുടെ ഡിബഞ്ചറാണ് കമ്പനി പർച്ചേസ് ചെയ്യുന്നത് ഓപ്പൺ മാർക്കറ്റിൽ. അതിന് കമ്പനി കോട്ട് ചെയ്തേക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹98 എക്സ് ഇൻട്രസ്റ്റ്. അപ്പോൾ കൊട്ടേഷൻ പ്രൈസ് അല്ലെങ്കിൽ കോട്ട് ചെയ്യുന്ന പ്രൈസിൻ്റെ ഒപ്പം എക്സ് ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ടേം ഉണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആൾ സെല്ലർക്ക് ആ ഡിബഞ്ചറിൻ്റെ പ്രൈസ് കൂടാതെ ആ ഡിബഞ്ചർ എത്ര നാൾ ഹോൾഡ് ചെയ്തോ ആ ഹോൾഡ് ചെയ്ത ടൈമിൻ്റെ ഇൻട്രസ്റ്റ് കൂടി കൊടുക്കണം. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് എന്നാണ് കോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോട്ട് ചെയ്യുന്ന പ്രൈസിൻ്റെ ഒപ്പം എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി അല്ലെങ്കിൽ ഒരു ടേം ഉണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസർ സെല്ലർക്ക് ഡിബഞ്ചറിന് കോട്ട് ചെയ്ത പ്രൈസ് കൂടാതെ എത്ര കാലം സെല്ലർ ആ ഡിബഞ്ചർ ഹോൾഡ് ചെയ്തോ അതിൻ്റെ ആ പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് കൂടി കൊടുക്കണം. ഇവിടെ 1st മെയിലാണ് പർച്ചേസ് ചെയ്തത്. ഓക്കെ, ഏറ്റവും അവസാനം സെല്ലർക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് കിട്ടിയ 31st ഡിസംബറിനാണ് ഇൻട്രസ്റ്റ് കിട്ടുക. അപ്പോൾ ലാസ്റ്റ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്ത ഡേറ്റിന് ശേഷം എത്ര നാൾ ഹോൾഡ് ചെയ്തു? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 30th വരെ. 1st മെയിലാണ് സെല് ചെയ്തത്. അപ്പോൾ 4 മാസം ഹോൾഡ് ചെയ്തിട്ടുണ്ട്. 2 മാസം കൂടി കഴിഞ്ഞാൽ 6 മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷെ 4 മാസമേ ഹോൾഡ് ചെയ്തോളൂ. 4ാമത്തെ മാസം എന്ത് ചെയ്തു? സെല്ലർ കമ്പനിക്ക് വിറ്റു. അപ്പോൾ ഇവിടെ കോട്ട് ചെയ്തേക്കുന്ന എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കൊട്ടേഷനാണ്, അതായത് ₹98 എക്സ് ഇൻട്രസ്റ്റ്. ഈ ഒരു കേസിൽ കമ്പനി സെല്ലർക്ക് ₹98 ഓരോ ഡിബഞ്ചറിനും 98 രൂപ വെച്ച് കൊടുക്കുകയും വേണം. കൂടാതെ ആ 4 മാസം, അതായത് അപ് ടു 1st മെയ് എന്നാണോ ഏറ്റവും അവസാനം ഇൻട്രസ്റ്റ് കിട്ടിയത് അവിടെ തുടങ്ങി എന്നാണോ വിൽക്കുന്ന ഡേറ്റ് അതുവരെയുള്ള ഇൻട്രസ്റ്റും കൊടുക്കണം. അതായത് 4 മാസം എന്ന് പറയുമ്പോൾ ജനുവരി ടു 30th ഏപ്രിൽ വരെയുള്ള ഇൻട്രസ്റ്റും കൊടുക്കണം. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം പ്രൈസ് കൂടാതെ ഡിബഞ്ചറിൻ്റെ പ്രൈസ് കൂടാതെ ഇൻട്രസ്റ്റും സെല്ലർക്ക് കൊടുക്കണം. അപ്പോൾ കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കം ഇൻട്രസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. എക്സ് ഇൻട്രസ്റ്റിൽ
പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് പോർഷൻ കൊടുക്കണം. കം ഇൻട്രസ്റ്റിൽ നേരെ തിരിച്ചാൽ ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ₹98 കം ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മുന്നത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഫസ്റ്റ് മെയിലാണ് പർച്ചേസ് ചെയ്യുന്നത്, പക്ഷേ ₹98 കം ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ 98 രൂപയിൽ ഇൻട്രസ്റ്റ് പോർഷനും ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് കമ്പനി സെല്ലർക്ക് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആൾ സെല്ലർക്ക് ഇൻട്രസ്റ്റ് എക്സ്ട്രാ കൊടുക്കേണ്ട കാര്യമില്ല. ഈ 98 രൂപയിൽ ഇൻട്രസ്റ്റ് പോർഷൻ കൂടി ഉണ്ട്. ഇൻട്രസ്റ്റ് പോർഷൻ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കം ഇൻട്രസ്റ്റ്. അതിനെയാണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുക. കം ഇൻട്രസ്റ്റ് കൊട്ടേഷന് പ്രൈസിൽ കോട്ട് ചെയ്ത പ്രൈസിൻ്റെ ഒപ്പം ഇൻട്രസ്റ്റ് പോർഷനും ഇൻക്ലൂഡഡ് ആണ്. എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കോട്ട് ചെയ്ത പ്രൈസിൽ ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡഡ് അല്ല, അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം, അപ്പോൾ ഇത്രയും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇവിടെ ആംകോ ലിമിറ്റഡ് ബൈസ് ഇറ്റ്സ് ഓൺ 12% ₹100 ഡിബഞ്ചേഴ്സ് 4,000 at ₹96 per ഡിബഞ്ചർ. അപ്പോൾ 4000 ഡിബഞ്ചേഴ്സ് ഉണ്ട്. ആ 4000 ഡിബഞ്ചേഴ്സ് ആംകോ ലിമിറ്റഡിൻ്റെ 4000 ഡിബഞ്ചേഴ്സ് ആ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. 4000 ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഓരോ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹100 ആണ്, പക്ഷെ കോട്ട് ചെയ്തേക്കുന്ന പ്രൈസ് 96 ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12% ആണ്. എന്നാ പർച്ചേസ് ചെയ്യുന്നത്? 31st March 2010 പർച്ചേസ് ചെയ്യുന്നത്. 31st March 2010 പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ക്യാൻസലേഷൻ. അപ്പോൾ ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 31st March ആംകോ ലിമിറ്റഡ് അവരുടെ തന്നെ ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്തു. എത്ര ഡിബഞ്ചേഴ്സാണ്? 4000 ഡിബഞ്ചേഴ്സ്. ഫേസ് വാല്യൂ ₹100, പക്ഷേ ₹96 ആണ് കോട്ട് ചെയ്തേക്കുന്ന പ്രൈസ്. ഇൻട്രസ്റ്റ് ഓൺ എബൌട്ട് ഡിബഞ്ചേഴ്സ് ആർ ഡ്യൂ on 30th June and 31st December. 30th June 31st December ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് എന്താ അസ്യൂം ചെയ്യാം? കലണ്ടർ ഇയർ ആണ് ഈ കമ്പനി ഫോളോ ചെയ്യുന്നത് അല്ലേ? അതായത് ജനുവരിയിൽ അക്കൗണ്ടിങ് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് December 31st എൻഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പീരീഡ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഡ്യൂ എന്ന് 6 മാസം കൂടുമ്പോൾ 30th June 31st December. പാസ് ജേണൽ എൻട്രി ഫോർ ദ എബോവ് ഇൻ ദ ബുക്സ് ഓഫ് ആംകോ ലിമിറ്റഡ് ഇഫ് കൊട്ടേഷൻ ഈസ് എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ്. അതായത് ഈ ₹96 എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്ത് ജേണൽ എൻട്രി പാസ് ചെയ്യും, ഈ ₹96 കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്ത് എൻട്രി പാസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾക്ക് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ₹96 എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കമ്പനി അല്ലെങ്കിൽ പർച്ചേസർ കോട്ട് ചെയ്ത പ്രൈസ് കൂടാതെ ഇൻട്രസ്റ്റ് പോർഷനും ആർക്ക് കൊടുക്കണം? ഡിബഞ്ചർ ഹോൾഡറിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ക്യാൻസലേഷന് വേണ്ടിയാണ് ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസലേഷന് വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്രയാ? 4,000 ഡിബഞ്ചേഴ്സ് ഓഫ് ഫേസ് വാല്യൂ 100, അതായത് 4,000 × 100 4 lakh. അപ്പോൾ 4 lakh rupees ഡെബിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ? ഇൻട്രസ്റ്റ് എത്രയാ? ഇവിടെ ഇൻട്രസ്റ്റ് 12% എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ 4,000 × 100 4 lakhന്റെ 12%, 4 lakh rupeesന്റെ ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 12% ആണ്. പെർ ആനം ആണ് അല്ലേ? നമ്മൾക്ക് എത്ര മാസമേ കൊടുക്കേണ്ടുള്ളൂ? 31st March 2010 വരെയുള്ള കൊടുക്കേണ്ടുള്ളൂ. അവസാനം എന്നാ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തത്? ഡിസംബറിലാണ് റിസീവ് ചെയ്തത്. അപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 31st ഫുൾ മാസം ഉണ്ടല്ലേ? അപ്പോൾ 3 മാസത്തെ. അപ്പോൾ ഡിസംബറിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തതിന് ശേഷം ജനുവരിയിൽ ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, ഫെബ്രുവരിയിൽ ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, 31st March വരെയുള്ള ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്. അങ്ങനെ 3 മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട് സെല്ലർക്ക്. അപ്പോൾ 4 lakh × 12/100 × 3/12, അപ്പോൾ എത്ര? 12,000 വരും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 12,000. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണ് 96 എക്സ് ഇൻട്രസ്റ്റ്. അപ്പോൾ ടു ബാങ്ക് എത്ര കിട്ടണം? 96 × ഇവിടെ 96 ആണ് പറഞ്ഞു അല്ലേ? 96 × 4,000, 96 × 4,000 എത്ര വരും? 3,84,000 വരും. 96 × 4,000 3,84,000. കൂടാതെ എക്സ്ട്രാ ഇൻട്രസ്റ്റും കൂടി കൊടുക്കണം. അപ്പോൾ 3,84,000 പ്ലസ് 12,000 3,96,000 ആർക്ക് കൊടുക്കണം? ഡിബഞ്ചർ ഹോൾഡർ കൊടുക്കണം. ഡിബഞ്ചർ ഹോൾഡറിന് എങ്ങനെയാണ് 3,96,000 വന്നത്? 4,000 × 96 എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ല, ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് കൊടുക്കണം. ആ 96ൽ ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ 4,000 × 96 ഈസ് 3,84,000 പ്ലസ് 12,000 ഇൻട്രസ്റ്റ് പോർഷനും പർച്ചേസർ സെല്ലർക്ക് കൊടുക്കണം. അപ്പോൾ 3,84,000 പ്ലസ് 12,000 3,96,000 അത് ബാങ്കിൽ നിന്ന് ഡിബഞ്ചർ ഹോൾഡറിന് കൊടുത്തു ടു ബാങ്ക്. ഇനി ഇവിടെ ടു ക്യാപിറ്റൽ റിസർവ്, ഇവിടെ ഫേസ് വാല്യൂ പ്ലസ് ഇൻട്രസ്റ്റ് എത്ര കൊടുക്കേണ്ടത്? 4,12,000 കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ എത്ര കൊടുക്കേണ്ടി വന്നുള്ളൂ? 3,96,000 കൊടുക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ കമ്പനിക്ക് ലാഭമാണ് അല്ലേ? കമ്പനിക്ക്
അതിൽ നിന്ന് ലാഭമായതുകൊണ്ട് എക്സ്ട്രാ ക്യാപിറ്റൽ പ്രോഫിറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? ടു ക്യാപിറ്റൽ റിസർവ്. ബാലൻസ് 16,000. 4,12,000 കൊടുക്കണമായിരുന്നു ഫേസ് വാല്യൂ പ്ലസ് ഇൻട്രസ്റ്റ്. പക്ഷെ എത്ര കൊടുക്കേണ്ടി വന്നുള്ളൂ? 96 പ്ലസ് ഇൻട്രസ്റ്റ് പോർഷനെ കൊടുക്കേണ്ടി വന്നുള്ളൂ, 3,96,000. അപ്പോൾ ബാക്കി 16,000 രൂപ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് അതിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതാണ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. അതായത് കോട്ട് ചെയ്ത പ്രൈസ് കൂടാതെ ഇൻട്രസ്റ്റ് പോർഷനും കൂടി ഡിബഞ്ചർ ഹോൾഡറിന് അല്ലെങ്കിൽ സെല്ലർക്ക് പർച്ചേസർ കൊടുക്കണം. ഇനി അത് തന്നെ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. 96 കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. അത് 4 lakh തന്നെ അല്ല, എപ്പോഴും ഫേസ് വാല്യൂ പോർഷനെ വരുള്ളൂ. 4,000 × 100. 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 4 lakh. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 12,000. സെയിം തന്നെയാണ്. 4 lakh × 12/100 × 3/12. അപ്പോൾ 4,12,000. പക്ഷെ ഇവിടെ എന്ത് കൊടുക്കണ്ട? ആ 96 റുപ്പീസിൽ ഇൻട്രസ്റ്റ് പോർഷനും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ടു ബാങ്ക് 4,000 × 96 3,84,000. അപ്പോൾ 3,84,000 കൊടുത്താൽ നമ്മൾ ഇവിടെ നോക്കി 3,96,000 കൊടുത്തു. 3,96,000 എന്ന് പറഞ്ഞാൽ 3,84,000 4,000 × 96 എന്ന് പറയുന്ന പ്രൈസും കൊടുക്കണം, കൂടാതെ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്തു 12,000. അങ്ങനെ 3,84,000 പ്ലസ് 12,000 3,96,000 ആണ് എക്സ് ഇൻട്രസ്റ്റ് കൊടുത്തത്. പക്ഷെ ഇവിടെ ആകുമ്പോൾ 96 എന്ത് ഉൾപ്പെട്ടിട്ടുണ്ട്? ഇൻട്രസ്റ്റ് പോർഷൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കം ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ പർച്ചേസർ സെല്ലർക്ക് ആ പ്രൈസ് മാത്രം കൊടുത്താൽ മതി. അവിടെ അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിൽ ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ട്. അപ്പോൾ 4,000 × 96 3,84,000. ഇവിടെ 4,12,000 കൊടുക്കേണ്ടതായിരുന്നു, 3,84,000 കൊടുത്തോളൂ. ബാക്കി ക്യാപിറ്റൽ പ്രോഫിറ്റ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 28,000 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ് ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഇത് ഓൺ ഡിബഞ്ചേഴ്സിന്റെ പർച്ചേസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ ഡിബഞ്ചേഴ്സിന്റെ പർച്ചേസ് വരുമ്പോഴുമാണ് ഇതിന്റെ പ്രസക്തി അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്ന. നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.